ചെന്നൈ അടക്കം തമിഴ്നാട്ടിലെ 5 ജില്ലകളിൽ കനത്ത മഴ തുടരുന്നു. വിവിധ സ്ഥലങ്ങളിൽ വെള്ളത്തിനടിയിലാണ്. ഫ്ളാറ്റുകളിലടക്കം നിരവധി പേർ കുരുങ്ങിക്കിടക്കുന്നു. നിരവധിയിടങ്ങളിൽ വൈദ്യുതിയും കുടിവെള്ളവും മുടങ്ങി. റോഡ് ഗതാഗതം താറുമാറായി. 3 ദേശീയപാതകൾ അടച്ച് ഇട്ടിരിക്കുകയാണ്. വിവരങ്ങളുമായി പ്രജീഷ് കൈപ്പള്ളി ചേരുന്നു. പ്രജീഷ്, വിമാനത്താവളം അടക്കം അടച്ചിരിക്കുന്നു കനത്ത മഴയെ തുടർന്ന്. ഒപ്പം മാത്രമല്ല, റെയിൽ ഗതാഗതം അടക്കം നിർത്തിവച്ചിരിക്കുകയാണ്. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ്. ഈ വെള്ളപ്പൊക്കത്തിൽ നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ അടക്കമുള്ള നടപടികളുടെ ഭാഗമായി സർക്കാർ എന്താണ് ചെയ്തിരിക്കുന്നത്? സൈന്യം അടക്കമുള്ളവ ചെന്നൈയിൽ എത്തിയിട്ടുണ്ടോ? മനു, തിങ്കളാഴ്ച രാത്രി തുടങ്ങിയ തോരാത്ത മഴ ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ചെന്നൈയിലെ പ്രധാന നഗരപ്രദേശങ്ങളിലെ പ്രധാന താഴ്ന്ന പ്രദേശങ്ങളൊക്കെ തന്നെ ഇപ്പോൾ വെള്ളത്തിനടിയിലായി എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് നമുക്ക് നൽകാനുള്ളത്. ഏകദേശം മഴ തുടങ്ങിയതിനു ശേഷം വീണ്ടും അത് കൂടുതൽ വെള്ളക്കെട്ടിലേക്കും അടക്കം പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. 13 തീവണ്ടികൾ റദ്ദാക്കി. ഒപ്പം തന്നെ നിരവധി ഗതാഗത സംവിധാനങ്ങളടക്കം താറുമാറാകുന്ന ഒരു സ്ഥിതിയിലേക്കും പോയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിലടക്കം വെള്ളം പൂർണ്ണമായും മുങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയതുകൊണ്ട് തന്നെ അനുബന്ധ ഗതാഗത സംവിധാനങ്ങളെല്ലാം തന്നെ താറുമാറായി. നഗരം ഏകദേശം ഒറ്റപ്പെട്ട ഒരു സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ചെന്നൈയിലെ വിമാനത്താവളവും അടയ്ക്കുകയും ഗതാഗത സംവിധാനം പൂർണ്ണമായും ഒറ്റപ്പെട്ട സ്ഥിതിയിലേക്ക് പോകുന്നു. താമ്പരം, ഊർപ്പാക്കം എന്നീ സ്ഥലങ്ങളിൽ ഇപ്പോൾ സൈന്യം രംഗത്തിറങ്ങി രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഏകദേശം മിക്ക സ്ഥലങ്ങളിൽ നിന്നും കൂടുതൽ ആളുകളെ ഒറ്റപ്പെട്ട് കിടക്കുന്നവരെ പ്രദേശത്ത് ജനവാസ കേന്ദ്രങ്ങളിലേക്ക്, ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ സൈന്യം അവലംബിക്കുന്നത്. നാവികസേനയും ഒപ്പം തന്നെ ദേശീയ ദുരന്ത നിവാരണ സേനയും രക്ഷാപ്രവർത്തനത്തിന് ഇപ്പോൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. ചെന്നൈയിലെ മൃഗശാല അടക്കം വെള്ളപ്പൊക്കത്തിൽ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയാണ്. ഏകദേശം കനത്ത മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ച ഒരു സാഹചര്യത്തിൽ എല്ലാ സഹായവും ഉറപ്പുവരുത്തുന്നതിനായി ഏകോപിപ്പിക്കുന്ന എല്ലാ സംവിധാനങ്ങളും ഉണർന്ന് പ്രവർത്തിച്ച് നാട്ടുകാരും ഒപ്പം തന്നെ രക്ഷാപ്രവർത്തനത്തിന് ഒപ്പം കൂടിയിട്ടുണ്ട്. നിരവധി മലയാളികളും ഈ പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട് കിടപ്പുണ്ട് എന്ന ഏറ്റവും പുതിയ വിവരം ലഭിക്കുന്നുണ്ട്. ഹെൽപ്പ് ലൈൻ നമ്പറുകളടക്കം ഈ പ്രദേശത്ത് തുറന്നിട്ടുണ്ട്. മാത്രമല്ല, ചെന്നൈയിലെ പ്രധാന 4 ജലസംഭരണികളായ ചെമ്പരപ്പാക്കവും ഒപ്പം പൂണ്ടി, റെഡ് ഹിൽസ്, ചോഴാവാരം എന്നിവയും നിറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ തീരപ്രദേശത്ത് കൂടുതൽ ആളുകളെ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കുന്ന ഒരു നിലയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ജില്ലാ ഭരണകൂടങ്ങൾ 5 ജില്ലകളിലെ ഭരണകൂടങ്ങളിലും ഒരുമിച്ച് പ്രവർത്തിച്ച് രക്ഷാപ്രവർത്തനത്തിന് ഊന്നൽ നൽകുകയാണ്. ഒപ്പം തന്നെ ഏകദേശം IT കമ്പനികൾ അടക്കമുള്ള വ്യവസായ സ്ഥാപനങ്ങൾക്കടക്കം വൻ നാശനഷ്ടം ഉണ്ടായി എന്നുള്ളതാണ് റിപ്പോർട്ട്. പല വ്യവസായശാലകളിലും വെള്ളം കയറി കോടികളുടെ യന്ത്രങ്ങളാണ് തകരാറിലായതെന്ന ഏറ്റവും പുതിയ കണക്കുകളും വരുന്നു. വെള്ളക്കെട്ടിൽ മിക്ക IT കമ്പനികൾ, പ്രത്യേകിച്ച് ചെന്നൈയുടെ കേന്ദ്രം IT ഹബ്ബായ ഒരു പ്രദേശമാണ് ഈ മേഖല. വ്യവസായ കേന്ദ്രങ്ങൾ ഏറ്റവും കൂടുതലുള്ള മേഖലയിലാണ് ഇപ്പോൾ വെള്ളം കെട്ടി നിൽക്കുന്നത്. മലയാളികൾ ഒട്ടേറെ പേര് ഈ മേഖലയിൽ ഉണ്ട് എന്ന വിവരമാണ്. ചിലരെയൊക്കെ നമുക്ക് ടെലിഫോൺ ലൈനിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് കാര്യമായ രീതിയിൽ പല പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന അവസ്ഥ കൂടി ഉണ്ട് എന്ന ഏറ്റവും ഞെട്ടിക്കുന്ന വിവരം തന്നെയാണ് ഉണ്ടാകുന്നത്. എന്തായാലും കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് 2 ദിവസം കൂടി ഈ ഒരു സ്ഥിതി തുടരും. അങ്ങനെയെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. രക്ഷാപ്രവർത്തനം കനത്ത മഴ. പ്രജീഷ്, ഒരു നിമിഷം തുടരുക. ഇപ്പോൾ ചെന്നൈയിൽ നിന്നും ഒരു യാത്രക്കാരനായ വിനീഷ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. വിനീഷ്, എന്താണ് ചെന്നൈയിലെ അവസ്ഥ? താങ്കൾ ഇപ്പോൾ ചെന്നൈയിലാണോ ഉള്ളത്? ഹലോ, കേൾക്കാമോ? ഹലോ, എന്റെ പേര് ജിനേഷ് എന്നാണ്. ജിനേഷ്, പറയൂ. ഞാൻ ഇവിടെ ഗവൺമെന്റ് IT കേരളത്തിലെ ഗവൺമെന്റ് IT സ്റ്റാഫാണ്. ഞങ്ങളൊരു 10-14 പേരുണ്ട് അവിടുന്ന്. ഈ സ്ഥലത്ത് കുടുങ്ങിക്കിടക്കുകയാണോ ഇപ്പോൾ നിലവിൽ? ഇപ്പൊ ഞങ്ങൾ ഇവിടെ ഒരു ഹോസ്റ്റലില് സെക്കൻഡ് ഫ്ലോറിലാണ്. സെക്കൻഡ് ഫ്ലോറിൽ ഫസ്റ്റ് ഫ്ലോർ, ഗ്രൗണ്ട് ഫ്ലോർ പൂർണ്ണമായിട്ടും വെള്ളത്തിനടിയിലാണ്. ഈ ഭാഗത്തോട്ട് രക്ഷാപ്രവർത്തനം കാര്യമായിട്ടൊന്നും എത്തിയിട്ടില്ല ഇതുവരെ. ഇത് ചെന്നൈ ആ ഒരു സിറ്റി സെന്ററിനോട് അടുത്തുള്ള സ്ഥലം തന്നെയാണോ ഇത്? ചെന്നൈ ഗിണ്ടിയിലാണ്. ഗിണ്ടി അത് സിറ്റിക്ക് ഉള്ളിൽ തന്നെ ഉള്ളൊരു ഭാഗമാണോ? സിറ്റിക്കുള്ളിൽ തന്നെ ഗിണ്ടിയിൽ. അവിടുത്തെ ഉള്ളൊരു മൊത്തത്തിലുള്ള ഒരു അവസ്ഥ നമ്മളോടൊന്ന് പറയാൻ കഴിയുമോ എങ്ങനെയാണെന്നുള്ളത്? മൊത്തത്തില് വളരെ വെള്ളമെല്ലാം. നമ്മുടെ ബിൽഡിംഗ് എന്ന് പറയുന്നത് ഒരു 3 നില ബിൽഡിംഗ് ആണ്. ഇതിനകത്ത് ഗ്രൗണ്ട് ഫ്ലോർ പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ്. റോഡും കാര്യങ്ങളും എല്ലാം ഫുൾ വെള്ളത്തിനടിയിലാണ്. നമുക്ക് ഒരു ആഹാരം കിട്ടിയിട്ടില്ല, വെള്ളമില്ല, കറണ്ടില്ല, ഒരു കാര്യമില്ല. ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മുന്നറിയിപ്പോ അത്തരത്തിൽ എന്തെങ്കിലും ലഭിച്ചിരുന്നോ? ഇപ്പോൾ നിലവിൽ എന്താണ് ഇപ്പോൾ ചെയ്യാൻ കഴിയുക എന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അറിയിപ്പുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ? ഇതുവരെ നമുക്ക് കേരളത്തിൽ നിന്ന് നമ്മുടെ ഗവൺമെന്റ് തലത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. അല്ലാതെ വേറെ നമുക്ക് ചെന്നൈയിൽ നിന്ന് യാതൊരു വിധമായ സഹായം ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ ഇതുവരെ ആരും നമ്മളോട് ബന്ധപ്പെട്ടിട്ടുമില്ല. ജിനേഷ്, ഞങ്ങൾക്ക് അറിയാൻ കഴിയുന്നത് സൈന്യം അടക്കമുള്ളവർ അത്തരത്തിലുള്ള വലിയ സംവിധാനങ്ങൾ രക്ഷാപ്രവർത്തനത്തിനായി എത്തിയിട്ടുണ്ട് എന്നാണ്. സിറ്റിക്ക് ഏകദേശം നടുഭാഗത്ത് നിൽക്കുന്ന നിങ്ങൾക്ക് പോലും അത് കിട്ടിയിട്ടില്ലെങ്കിൽ മറ്റുള്ള ഭാഗങ്ങളിലെ അവസ്ഥ വളരെ ദയനീയമായിരിക്കും. ഇവിടെ ഈ ഹോസ്റ്റൽ എന്ന് പറയുന്നത് ഞങ്ങൾ ഇപ്പൊ കേരളത്തിൽ നിന്ന് ഞങ്ങൾ 14 പേരെ ഉള്ളൂവെങ്കിലും ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുറേയേറെ കുട്ടികൾ പഠിക്കുന്നുണ്ട് ഇവിടെ. അപ്പൊ അവരെല്ലാം ഈ ഹോസ്റ്റലിൽ കുടുങ്ങി കിടക്കുകയാണ്.
നിങ്ങൾക്ക് അതായത് ഭക്ഷണം അടക്കമുള്ള 300-ന് മേളിൽ കുട്ടികൾ ഈ ഹോസ്റ്റലിലുണ്ട്. ആ ഇവർ ഇത്രയും പേര് ഈ ഹോസ്റ്റലിൽ കുടുങ്ങി കിടക്കാം. ഭക്ഷണം അടക്കമുള്ള കാര്യങ്ങൾ ലഭിക്കുന്നില്ല കഴിഞ്ഞ 2 ദിവസങ്ങളായി, അതാണ് മനസ്സിലാക്കേണ്ടത്. 2 ദിവസമല്ല, ഇന്നലെ രാത്രി തൊട്ടേ ഉള്ളൂ ഇത്ര കാര്യമായിട്ട് വെള്ളം കയറിയത്. നിലവിൽ നമുക്കറിയാൻ കഴിയുന്നത് 2 ദിവസത്തേക്ക് കൂടി മഴ നീണ്ടു നിൽക്കുമെന്നാണ് നിലവിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചിരിക്കുന്ന ഒരു അറിയിപ്പ്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ദയനീയമാകും അവസ്ഥ. കൂടുതൽ ദയനീയം. ഇപ്പം തന്നെ ഓരോ മണിക്കൂറുകൾ കഴിയുന്നതോറും വെള്ളത്തിന്റെ ഉയർച്ച കൂടി വരികയാണ്. അപ്പോൾ ഈ താഴത്തെ നിലകളിലുള്ള ആളുകളൊക്കെ മുകളിലോട്ട് കയറി അത്തരത്തിലുള്ള ഒരു മുകളിലോട്ട് കയറി മുകളിലത്തെ നിലകളിൽ വന്നിരിക്കുകയാണ് ഇപ്പൊ. എത്ര നിലയുള്ള ബിൽഡിംഗ് ആണ് ജിനേഷ് ഇത്? ഇതിപ്പോ 3 നിലയുള്ള ബിൽഡിംഗാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ കഴിയുന്നുണ്ട്. കാരണം ഇതുപോലെ ചെറിയ ചെറിയ 3-4 നിലകളിലുള്ള കെട്ടിടങ്ങളിലെ ആളുകളൊക്കെ ഏറ്റവും മുകളിൽ കയറി നിൽക്കുന്നത് അടക്കമുള്ള ഒരു രംഗമാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത്. അത്തരത്തിൽ നിങ്ങളും ഈ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് കയറി നിൽക്കുകയാണോ? മുകളിലോട്ട് കയറി നിൽക്കുകയാണ്. ഇതിപ്പം സെൻട്രൽ ഗവൺമെന്റ് ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പൊ ഇത് അതിന്റെ ഒരു ഹോസ്റ്റൽ സൗകര്യം തന്നെയാണ് നമുക്ക് ഒരുക്കിയിട്ടുള്ളത് ഇവിടെ. ഈ ഹോസ്റ്റലിലാണ് നേരത്തെ ജിനേഷ് IIT അത്തരത്തിൽ ഗവൺമെന്റ് സ്ഥാപനത്തിന്റെ ഭാഗമായിട്ടല്ലേ അവിടെ ഉള്ളത്? ഗവൺമെന്റ് ITI. ഈ ITI അധികൃതർ 10-14 പേരോളം ഇവിടെ ഉണ്ട്. തീർച്ചയായിട്ടും ഈ ITI അധികൃതർ എന്തെങ്കിലും സഹായം നൽകുകയോ അത്തരത്തിൽ ലഭിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ടുണ്ട്. അവർ ഞങ്ങളെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അവർ വേണ്ട സഹായങ്ങളെല്ലാം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഈ എന്താണ് അവർ പറഞ്ഞത്? നിങ്ങളെ എങ്ങനെ മാറ്റി പാർപ്പിക്കും അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾക്ക് ഇപ്പൊ നിലവിലുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് താഴോട്ടൊന്നും ഇറങ്ങാൻ പോലും പറ്റത്തില്ല. കാരണം ഗ്രൗണ്ട് ഫ്ലോർ പൂർണ്ണമായിട്ട് വെള്ളത്തിനടിയിലായതുകൊണ്ടും റോഡും എല്ലാം വെള്ളത്തിനടിയിലായതുകൊണ്ടും പുറത്തോട്ട് പോകാനോ അല്ലെങ്കിൽ നമ്മൾ ഒരാൾ മേൽ പൊക്കത്തിലാണ് വെള്ളം കിടക്കുന്നത്. അപ്പൊ എന്തെങ്കിലും സഹായം ഇല്ലാതെ ഞങ്ങൾക്ക് ഒരു കാരണവശാലും പുറത്തോട്ട് പോകാൻ പറ്റില്ല. റോഡ് ഗതാഗതം എല്ലാം കംപ്ലീറ്റ് താറുമാറായി കിടക്കുകയാണ് അവിടെ. ഇതിന്റെ ഫ്രണ്ടിലുള്ള റോഡൊക്കെ എന്ന് പറയുമ്പോൾ ഒരാൾ പൊക്കത്തിൽ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് റോഡിൽ കൂടി. വീട്ടിലോട്ടടക്കം ബന്ധപ്പെട്ടിരുന്നോ ജിനേഷ്? ഹലോ, വീട്ടിലോട്ട് വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നോ? വീട്ടിൽ അവരെ വിളിച്ചിരുന്നു. ഏതായാലും വളരെ ആശങ്കയിലാണ് ജിനേഷ്. ഏതായാലും വളരെ വേഗത്തിൽ തന്നെ സഹായം എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം അത്തരത്തിലുള്ള നടപടികളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് എന്നും കരുതുന്നു. ഏതായാലും വളരെ വേഗത്തിൽ നിങ്ങളെ രക്ഷിക്കാൻ അടക്കമുള്ള എല്ലാ കാര്യങ്ങളിലേക്കും അധികൃതർ നീങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. വളരെയധികം നന്ദി ഈ കാര്യങ്ങൾ ഞങ്ങളോട് വ്യക്തമാക്കിയതിന്. ഒരു മലയാളിയായ ജിനേഷാണ് നമ്മളോട് പ്രതികരിച്ചത്. അദ്ദേഹം ചെന്നൈയിൽ ജോലി സംബന്ധമായ ആവശ്യത്തിന് എത്തിയതായിരുന്നു. പക്ഷേ നിലവിൽ ഹോസ്റ്റലിൽ കുടുങ്ങിക്കിടക്കുകയാണ്. 3 നിലയുള്ള കെട്ടിടത്തിൻ്റെ ആദ്യത്തെ നില പൂർണ്ണമായും വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും വെള്ളം ഉയരുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളതെന്നാണ് പറയാൻ കഴിയുന്നത്. അതേസമയം 2 ദിവസത്തേക്ക് കൂടി മഴ നീണ്ടു നിൽക്കും എന്ന സൂചനയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സൈന്യമടക്കമുള്ളവ രക്ഷാപ്രവർത്തനത്തിനായി രംഗത്തെത്തിയിട്ടുണ്ടെങ്കിലും പല ഭാഗങ്ങളിലേക്കും ഇതുവരെ രക്ഷാപ്രവർത്തനം കാര്യമായി വ്യാപിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്.